കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച കാര്യങ്ങൾ അല്ലേ, വളർച്ചയും വികാസവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഡെവലപ്മെൻറ്റ് ഓഫ് ഇമോഷൻസ് ഇൻ ചിൽഡ്രൻ കാതറിൻ ബ്രിഡ്ജസിൻ്റെ ചാർട്ടാണ് പഠിച്ചു നിർത്തിയിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കുമ്പോൾ വൈകാരിക ബുദ്ധി അല്ലെങ്കിൽ ഇമോഷണൽ ഇൻ്റലിജൻസിനെ കുറിച്ചാണ് ആദ്യം തന്നെ പഠിക്കാനുള്ളത്. ആദ്യം ഇമോഷണൽ ഇൻ്റലിജൻസിനെ കുറിച്ച് അരിസ്റ്റോട്ടലിൻ്റെ ഒരു കോട്ട് നോക്കാം. ദേഷ്യപ്പെടുവാൻ ആർക്കും കഴിയും, അത് എളുപ്പവുമാണ്. പക്ഷേ ശരിയായ വ്യക്തിയോട് ശരിയായ കാര്യത്തിന് ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ശരിയായ അളവിൽ ദേഷ്യപ്പെടുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, അല്ലേ? വളരെ അർത്ഥവത്തായിട്ടുള്ളൊരു കോട്ടാണ് അരിസ്റ്റോട്ടലിൻ്റെ. അപ്പോൾ നല്ല ബുദ്ധിശക്തിയും ഉന്നത ബിരുദങ്ങളും ഉയർന്ന ജോലിയും മികച്ച സാമ്പത്തിക സ്ഥിതിയും ഉണ്ടായിട്ടും ചില വ്യക്തികൾ ജീവിതത്തിൽ പരാജയപ്പെടുന്നുണ്ട്. എന്നാൽ മറ്റു ചിലരാവട്ടെ ഇവയൊന്നും ഇല്ലാതെ തന്നെ സന്തുഷ്ട ജീവിതം നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനെ സംബന്ധിച്ച് ഗോൾമാൻ്റെ നിരീക്ഷണം എന്താണ്? അപ്പോൾ ഗോൾമാനെ കുറിച്ചൊന്ന് നോക്കിയിട്ട് വരാം. ഡാനിയൽ ഗോൾമാൻ അമേരിക്കൻ സയൻസ് ജേർണലിസ്റ്റ്, എഴുത്തുകാരനാണ്. പിന്നീട് മനഃശാസ്ത്രത്തിലും ഗവേഷണങ്ങളൊക്കെ നടത്തി. ഗവേഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇന്ത്യയിലും കുറേ കാലമൊക്കെ അദ്ദേഹം വസിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ദ വെറൈറ്റീസ് ഓഫ് ദ മീഡിയേറ്റീവ് എക്സ്പീരിയൻസ് എന്നൊരു കൃതിയുണ്ട്. കൂടാതെ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്നൊരു കൃതിയുണ്ട്. പിന്നെ ദ ഹിഡൻ ഡ്രൈവർ ഓഫ് എക്സലൻസ് എന്ന് പറയുന്ന ഒരു റീസെൻ്റ് ആയിട്ടുള്ള 2013 ഒരു കൃതിയുമുണ്ട്. അപ്പോൾ ഇമോഷണൽ ഇൻ്റലിജൻസ് ആണ് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുസ്തകം. പിന്നെ നോക്കാം, ജീവിത വിജയത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ സംബന്ധിച്ച് ചർച്ച സജീവമായത് ഹൊവാർഡ് ഗാർഡ്നറിൻ്റെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ബഹുമുഖ ബുദ്ധികൾ എന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചതോടുകൂടിയാണ്. അപ്പോൾ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ബഹുമുഖ ബുദ്ധി എന്ന ഐഡിയ മുന്നോട്ട് വെച്ചത് ആരാണ്? ഹൊവാർഡ് ഗാർഡ്നറാണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ആന്തരിക വൈയക്തിക ബുദ്ധി, അതായത് ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ്, വ്യക്തിക്ക് തന്നെക്കുറിച്ചുള്ള കൃത്യമായ അവബോധത്തിനെയാണ് എന്ത് പറയുന്നത്? ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ്. അതുപോലെ മറ്റൊരു ഇൻ്റലിജൻസ് ഉണ്ടല്ലോ, എന്താണ്? ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ്. ഒരു വ്യക്തിക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കഴിവ്. അപ്പോൾ ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസും ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസുമാണ് ഒരാളുടെ ജീവിത വിജയത്തെ കാര്യമായി സഹായിക്കുന്നത് എന്നാണ് ആര് പറഞ്ഞത്? ഹൊവാർഡ് ഗാർഡ്നർ പറഞ്ഞത്. ഓക്കെ, ഇവ രണ്ടിനെയും ചേർത്ത് പേഴ്സണൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ വ്യക്തിപരമായ ബുദ്ധി എന്ന് പൊതുവെ പറയാം. ഹൊവാർഡ് ഗാർഡ്നറുടെ കണ്ടെത്തലുകളെ അടിസ്ഥാനമാക്കിയിട്ട് പീറ്റർ സാലവേ, ജോൺ മേയർ എന്നിവർ വൈകാരിക ബുദ്ധി എന്ന ആശയം മുന്നോട്ട് വെച്ചു. അപ്പോൾ വൈകാരിക ബുദ്ധി എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരൊക്കെ ചേർന്നാണ്? പീറ്റർ സലോവയും അതുപോലെ ജോൺ മേയറും ചേർന്നിട്ടാണ്. മനസ്സിലായല്ലോ? ഈ ഭാഗത്ത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമ്മൾ പഠിക്കണം. ബഹുമുഖ ബുദ്ധി എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ്? ഹൊവാർഡ് ഗാർഡ്നർ. കേട്ടറ്റിനും LP UP എക്സാമിനും ഒക്കെ ഈ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന് ചോദ്യം വരാറുണ്ട്, അല്ലേ? ഇപ്പോൾ എന്താണ്, ഒരു പേപ്പറിൽ കൃത്യമായിട്ട് ഇന്ത്യയുടെ മാപ്പൊക്കെ ലൊക്കേറ്റ് ചെയ്യാൻ ഒരു വ്യക്തിക്ക് കഴിയുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് എന്ത് തരത്തിലുള്ള ബുദ്ധിയാണ് ഉള്ളത്, അല്ലേ? ദൃശ്യ സ്ഥലപര ബുദ്ധി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. PYQ ആണ് അത് കേട്ടോ. അപ്പോൾ നോക്കാം, നമുക്ക് പേഴ്സണൽ ഇൻ്റലിജൻസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എന്താണ്? ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസും ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസും. അപ്പോൾ ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? വ്യക്തിക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കഴിവാണ് ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ്. ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോഴോ വ്യക്തിക്ക് തന്നെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം, അതാണ് ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ്. അപ്പോൾ ഇത് രണ്ടും ഒരു വ്യക്തിയുടെ ജീവിത വിജയത്തെ കാര്യമായി സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ് ആണ് എന്നാണ് ആര് പറയുന്നത്? ഹൊവാർഡ് ഗാർഡ്നർ പറയുന്നത്. അപ്പോൾ ഇവ രണ്ടും ചേർത്ത് പൊതുവെ കോമൺ ആയിട്ട് നമുക്ക് പേഴ്സണൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ വ്യക്തിപരമായ ബുദ്ധി എന്ന് പറയാം. പിന്നീട് ഈ ഹൊവാർഡ് ഗാർഡ്നറുടെ കണ്ടെത്തലുകളെയൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് ഈ രണ്ട് വ്യക്തികളുടെ പേര് ഓർത്തിരിക്കുക. പീറ്റർ സാലവേയും ജോൺ മേയറുമാണ് വൈകാരിക ബുദ്ധി അല്ലെങ്കിൽ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. വൈകാരിക ബുദ്ധി എന്ന ആശയത്തിന് വിപുലമായ പ്രചാരവും സ്വീകാര്യതയും ലഭിച്ചത് ഡാനിയൽ ഗോൾമാൻ്റെ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചതോടു കൂടിയിട്ടാണ്. അപ്പോൾ ഇത് നമ്മുടെ കേട്ടറ്റിൻ്റെ എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഈ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന കൃതി ആരുടെയാണ്? ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് ഓർമ്മ വരുന്ന വ്യക്തി ഡാനിയൽ ഗോൾമാൻ ആണ്. എന്നാൽ ഈ ഒരു ആശയം കൂടുതൽ പ്രചരിപ്പിക്കുകയാണ് ആര് ചെയ്തത്? ഡാനിയൽ ഗോൾമാൻ ചെയ്തത്. വൈകാരിക ബുദ്ധി എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? അത് പീറ്റർ സലോവയും ജോൺ മേയറും ചേർന്നിട്ടാണ്. അത് ഓർത്തു വെച്ചേക്കണേ. ഗോൾമാൻ്റെ അഭിപ്രായത്തിൽ ഒരു വ്യക്തിക്ക് തൻ്റെയും മറ്റുള്ളവരുടെയും വൈകാരിക അവസ്ഥകളെ തിരിച്ചറിയാനും വ്യക്തിബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രചോദകമായി ഈ തിരിച്ചറിവിനെ ഉപയോഗപ്പെടുത്താനുമുള്ള സാമൂഹികമായ ബുദ്ധിശക്തിയാണ് വൈകാരിക ബുദ്ധി. അപ്പോൾ ഡാനിയൽ ഗോൾമാനെ സംബന്ധിച്ച് എന്താണ് വൈകാരിക ബുദ്ധി? അതിനെക്കുറിച്ചുള്ള കോട്ടാണ് പറയുന്നത്. ഒരു വ്യക്തിക്ക് തൻ്റെയും മറ്റുള്ളവരുടെയും വൈകാരിക അവസ്ഥകളെ തിരിച്ചറിയാനും
വ്യക്തിബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രചോദകമായി ഈ തിരിച്ചറിവിനെ ഉപയോഗപ്പെടുത്താനുമുള്ള സാമൂഹികമായ ബുദ്ധിശക്തിയാണ് വൈകാരിക ബുദ്ധി. ഇനി ഈ ഗോൾമാൻ്റെ അഭിപ്രായത്തിൽ എന്തൊക്കെയാണ് നമുക്ക് ഈ ഒരു വൈകാരിക ബുദ്ധിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്, ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ട് പറയുന്ന കുറച്ച് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അത് ഗോൾമാൻ്റെ അഭിപ്രായത്തിലാണ് പറയുന്നത്. അപ്പോൾ വൈകാരിക ബുദ്ധിയുടെ അടിസ്ഥാനം സെൽഫ് അവെയർനെസ്, സ്വാവബോധം, അതുപോലെ സെൽഫ് റെഗുലേഷൻ, ആത്മനിയന്ത്രണം, സെൽഫ് മോട്ടിവേഷൻ, ആത്മചോദനം, എംപതി, അനുതാപം, സാമൂഹിക അവബോധം അല്ലെങ്കിൽ സോഷ്യൽ അവെയർനെസ്, പിന്നെ സോഷ്യൽ സ്കിൽസ്, സാമൂഹിക നൈപുണികൾ, ഇതൊക്കെയാണ് ഗോൾമാൻ്റെ അഭിപ്രായത്തിൽ വൈകാരിക ബുദ്ധിയുടെ അടിസ്ഥാനം. എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? സ്വാവബോധം, ആത്മനിയന്ത്രണം, ആത്മചോദനം, അനുതാപം, സാമൂഹിക അവബോധം, സാമൂഹിക നൈപുണികൾ, ഇവയൊക്കെയാണ്. ഇതിൽ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്, നോക്കാം. സെൽഫ് അവെയർനെസ്, അതിന് കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട, നമുക്കറിയാം എന്താണ് സ്വന്തം വികാരങ്ങളെയൊക്കെ എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഫൈനൽ റിസൾട്ട്, സ്വന്തം വികാരങ്ങൾ, അതിൻ്റെ അനന്തരഫലങ്ങൾ, അതൊക്കെ തിരിച്ചറിയാനുള്ള വ്യക്തിയുടെ കഴിവിനെ സ്വാവബോധം അല്ലെങ്കിൽ സെൽഫ് അവെയർനെസ് എന്ന് പറയാം. അതുപോലെ നമുക്ക് നമ്മുടെ സ്ട്രെങ്ത് എന്താണെന്നറിയാം, നമുക്ക് നമ്മുടെ വീക്ക്നെസ് അറിയാം, നമുക്ക് നമ്മളെക്കുറിച്ച് അറിയാം, അതാണ് എന്താ സ്സെൽഫ് അവെയർനെസ്. തൻ്റെ ശക്തി ദൗർബല്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ തിരിച്ചറിവ്, വെല്ലുവിളികളെയും പ്രശ്നങ്ങളെയും നേരിടാനുള്ള ആത്മവിശ്വാസം, ഇതെല്ലാം സ്വാവബോധം അല്ലെങ്കിൽ സെൽഫ് അവെയർനെസ്സിൻ്റെ ഭാഗമാണ്. ഇനി സെൽഫ് റെഗുലേഷൻ, ആത്മനിയന്ത്രണം എന്താണ്? അനഭിലഷണീയമായ വികാരങ്ങളെ തിരിച്ചറിയുവാനും നിയന്ത്രിക്കുവാനുമുള്ള കഴിവാണ് സെൽഫ് റെഗുലേഷൻ. വിശ്വസ്തത, കാര്യങ്ങൾ ഉത്തരവാദിത്വബോധത്തോടു കൂടി മികച്ച രീതിയിൽ ഏറ്റെടുത്ത് നടത്തുവാനും മാറ്റങ്ങളെ ഉൾക്കൊള്ളാനുള്ള സന്നദ്ധത, പുതിയ സാഹചര്യങ്ങളെയും ആശയങ്ങളെയും സ്വീകരിക്കാനുള്ള താല്പര്യം, ഇവയെല്ലാം ആത്മനിയന്ത്രണത്തിൽ വരുന്നതാണ്. ഇനി ആത്മചോദനം അല്ലെങ്കിൽ സെൽഫ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇപ്പോൾ നമ്മൾ PSC ഒക്കെ പഠിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് എന്താണ്, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നല്ല മോട്ടിവേറ്റഡ് ആയിട്ട് നമ്മൾ വരും, അത് പോകും, കുറേ മോട്ടിവേഷൻ വീഡിയോസ് കാണും, അല്ലേ? സെൽഫ് മോട്ടിവേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്കൊരു മോട്ടിവേഷൻ വരണം. ഉയർന്ന നേട്ടങ്ങൾ കൈവരിക്കുവാനും തൻ്റെ പ്രകടനം മെച്ചപ്പെടുത്തുവാനുമുള്ള വ്യക്തിയുടെ അഭിവാഞ്ചയാണ് സെൽഫ് മോട്ടിവേഷൻ. താൻ ഉൾക്കൊള്ളുന്ന സമൂഹത്തിൻ്റെയോ സ്ഥാപനത്തിൻ്റെയോ ലക്ഷ്യങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള സന്നദ്ധതയും അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനുള്ള താല്പര്യവും തിരിച്ചടികളും പരാജയങ്ങളിലും പതറാതെ ലക്ഷ്യബോധത്തോടെ മുന്നേറാനുള്ള കഴിവും എന്താണ്? സെൽഫ് മോട്ടിവേഷൻ്റെ സവിശേഷതകളാണ്. അതായത് ഒരു ദിവസം നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്ന് പഠിച്ചു, പിറ്റേ ദിവസം നമുക്ക് പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഇല്ല, താല്പര്യം ഇല്ല, പഠിക്കാനേ തോന്നുന്നില്ല, ഡീമോട്ടിവേറ്റഡായി. അതാണോ സെൽഫ് മോട്ടിവേഷൻ? അല്ല. നമ്മളുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു മോട്ടിവേഷൻ വന്ന് നമ്മളായിട്ട് തന്നെ പഠിച്ച്, ആരും നമ്മളെ ഫോഴ്സ് ചെയ്യാതെ നമുക്കൊരു ജോലി വേണം എന്നൊരു ലക്ഷ്യബോധത്തോടു കൂടി നമ്മൾ പഠിച്ച് ആ ഒരു പോയിന്റിലേക്ക് നമുക്ക് എത്താൻ, അതായത് സ്ഥിരോത്സാഹത്തോടു കൂടി ആ ഒരു പോയിന്റിലേക്ക് എത്താനുള്ള നമ്മളുടെ കഴിവ്, അതിനെയാണ് എന്ത് പറയുന്നത്? സെൽഫ് മോട്ടിവേഷൻ എന്ന് പറയാം. അടുത്തത് എംപതി. എന്താണ് എംപതി? സിമ്പതി അല്ല, എംപതി. മറ്റുള്ളവരുടെ ചിന്തകളെയും വികാരങ്ങളെയും കാഴ്ചപ്പാടുകളെയും മനസ്സിലാക്കി അവരുടെ പ്രശ്നങ്ങളിൽ അനുഭാവപൂർവ്വം ഇടപെടാനുള്ള കഴിവിനെയാണ് എംപതി എന്ന് ഉദ്ദേശിക്കുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള താല്പര്യം, മറ്റു വ്യക്തികളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്നതിനും അവരുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിനുമുള്ള സന്നദ്ധത, സമൂഹത്തിൻ്റെ പൊതുവായ വൈകാരിക അവസ്ഥ അല്ലെങ്കിൽ നിലപാടുകൾ തുടങ്ങിയവ മനസ്സിലാക്കാനുള്ള കഴിവ്, സാമൂഹിക ബന്ധങ്ങളിൽ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുവാനുള്ള കഴിവ് എല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ എംപതി എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ ചിന്തകളെയും വികാരങ്ങളെയും കാഴ്ചപ്പാടുകളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഒക്കെ ഇതിൽ വരുന്ന കാര്യങ്ങളാണ്. അനുതാപം. ഇനി സോഷ്യൽ സ്കിൽസ് എന്തൊക്കെയാണ്? സാമൂഹിക നൈപുണികൾ, മറ്റുള്ളവരിൽ സ്വാധീനം ചെലുത്താൻ കഴിയുക, വ്യക്തമായും അനായാസമായും ആശയവിനിമയം ചെയ്യുക, വ്യക്തികളെയും സമൂഹത്തെയും പ്രചോദിപ്പിക്കുവാനും നയിക്കുവാനും സാധിക്കുക, സാമൂഹിക മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുകയും മുന്നോട്ട് നയിക്കുകയും ചെയ്യുക, പ്രശ്നങ്ങളിൽ മധ്യസ്ഥത വഹിച്ച് അവ പരിഹരിക്കുക, സാമൂഹിക ബന്ധങ്ങൾ വളർത്തിയെടുക്കുക, പൊതു ലക്ഷ്യങ്ങൾക്കായി മറ്റുള്ളവർക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയും ലക്ഷ്യങ്ങൾ കൈവരിക്കുകയും ചെയ്യുക എന്നിവയൊക്കെ സാമൂഹിക നൈപുണികളാണ്. അപ്പോൾ ഇവയിൽ സ്വാവബോധം, ആത്മനിയന്ത്രണം, ആത്മചോദനം എന്നിവയെ ഏതിൽ ഉൾപ്പെടുത്താം? പേഴ്സണൽ കോമ്പീറ്റൻസ് അല്ലെങ്കിൽ വ്യക്തിപരമായ
കാര്യങ്ങൾ, വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ എന്ന രീതിയിൽ നമുക്ക് പറയാം. അതുപോലെ അനുതാപം, സാമൂഹിക നൈപുണികൾ എന്നിവയെ സാമൂഹിക പ്രാപ്തി അല്ലെങ്കിൽ സോഷ്യൽ കോമ്പീറ്റൻസിലും ഉൾപ്പെടുത്താം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഗോൾമാൻ പറഞ്ഞിട്ടുള്ള അത്രയും അത് ഇമോഷണൽ ഇൻ്റലിജൻസിനെ ബാധിക്കുന്ന കുറേ ഫാക്ടേഴ്സിനെ പറഞ്ഞു. ആ ഫാക്ടേഴ്സിൽ തന്നെ സ്വാവബോധം, ആത്മനിയന്ത്രണം, ആത്മചോദനം എന്നിവ പേഴ്സണൽ കോമ്പീറ്റൻസ് ആയും, അതുപോലെ സോഷ്യൽ കോമ്പീറ്റൻസിൽ അനുതാപം, സാമൂഹിക നൈപുണികൾ എന്നീ കാര്യങ്ങളെ ഉൾപ്പെടുത്താനായിട്ടും സാധിക്കും. ക്ലിയർ അല്ലേ? ഇനി ഇമോഷണൽ കൺട്രോൾ, വൈകാരിക നിയന്ത്രണം നോക്കാം. മനുഷ്യനിൽ വൈവിധ്യമാർന്ന വികാരങ്ങൾ കാണുന്നുവെങ്കിലും ഒന്നോ അതിലധികമോ വികാരങ്ങൾ മേൽക്കൈ നേടുകയും അത് ആ വ്യക്തിയുടെ സ്വഭാവത്തിൻ്റെ മുഖമുദ്രയായി മാറുകയും ചെയ്യാറുണ്ട്. പ്രധാനമായും സാഹചര്യങ്ങളുടെ സ്വാധീനത്താലാണ് ചില വികാരങ്ങൾ മേൽക്കൈ എടുക്കുന്നത്. അനഭിലഷണീയമായ വികാരങ്ങൾ മേൽക്കൈ നേടുന്നതിനെ അഭിലഷണീയ വികാരങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതിലൂടെ തടയുവാനായിട്ടും സാധിക്കും. ഇനി വൈകാരിക നിയന്ത്രണത്തിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? അതായത് വൈകാരിക വിക്ഷോഭത്തിന് കാരണമാവുന്ന അവസ്ഥകളെ ഒഴിവാക്കുക എന്നതാണ് ഏറ്റവും ലളിതമായിട്ടുള്ള മാർഗം. വൈകാരിക നിയന്ത്രണത്തിനുള്ള ശാസ്ത്രീയ മാർഗം വൈകാരിക ഊർജത്തെ പ്രയോജനകരവും സമൂഹം അംഗീകരിക്കുന്നതുമായ കാര്യങ്ങളിലേക്ക് വഴിതിരിച്ചു വിടുക എന്നതാണ്. വൈകാരിക നിയന്ത്രണത്തിനുള്ള ശേഷി കുട്ടികളിൽ സ്വയമേവ രൂപപ്പെട്ടു വരേണ്ടതാണ്. എങ്കിലും സാമൂഹിക പ്രതീക്ഷകൾക്ക് അനുസരിച്ചുള്ള പെരുമാറ്റം കുട്ടികളിൽ ഉറപ്പുവരുത്തുവാൻ രക്ഷിതാക്കളും അധ്യാപകരും നിരന്തരം ഇടപെടലുകൾ നടത്തേണ്ടതാണ്. ഇനി നമുക്ക് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് നോക്കാം, അല്ലെങ്കിൽ വൈജ്ഞാനിക വികാസം. ഇവിടെ ഒരു കുട്ടി അമ്മയോട് ചോദിക്കുകയാണ്, അമ്മേ, അമ്പിളിമാമൻ എങ്ങനെയാ നമ്മൾ എങ്ങോട്ട് ഓടിയാലും കൂടെ വരുന്നത്? അതുപോലെ വെയിൽ വന്നപ്പോൾ മഴ പെയ്ത വെള്ളമെല്ലാം എങ്ങോട്ട് പോയി? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മളും പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ സമൂഹത്തിൽ നിന്ന് കണ്ടറിഞ്ഞതും കേട്ടറിഞ്ഞതും ചോദിച്ചറിഞ്ഞതും വായിച്ചറിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിന് ആക്കം കൂട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതായത് പുരോഗമനപരമായിട്ടുള്ള മാറ്റങ്ങളിലൂടെയാണ് കൂടുതൽ സങ്കീർണമായിട്ടുള്ള മാനസിക പ്രക്രിയകൾ നടത്തുവാൻ മനുഷ്യൻ പ്രാപ്തനാവുന്നത്. വൈജ്ഞാനിക വികാസം എന്നാൽ ചിന്ത, യുക്തിചിന്ത, ഭാഷ തുടങ്ങിയവയുടെ വികാസമാണ്. വൈജ്ഞാനിക വികാസം എന്ന് പറയുമ്പോൾ ചിന്ത, യുക്തിചിന്ത, ഭാഷ എന്നിവയുടെ വികാസമാണ്. ഇനി മസ്തിഷ്കവും വൈജ്ഞാനിക വികാസവും. വൈജ്ഞാനിക വികാസത്തിൻ്റെ അടിസ്ഥാനം മസ്തിഷ്കത്തിൻ്റെ വികാസമാണ്. മസ്തിഷ്കം പ്രധാനമായും ന്യൂറോണുകളാൽ നിർമ്മിതമാണ്. ന്യൂറോണുകൾ സിനാപ്സുകൾ വഴി പരസ്പരം ബന്ധിതമാണ്. ഇതൊക്കെ നമ്മൾ ബയോളജിയുടെ ഭാഗത്ത് പഠിച്ചിട്ടുള്ളതാണ്. നവജാത ശിശുക്കളിൽ ഏകദേശം 100 മുതൽ 200 ദശലക്ഷം വരെ ന്യൂറോണുകളും 2500ഓളം സിനാപ്സുകളും ഉള്ളതായും ക്രമേണ ഇവ എണ്ണം പല മടങ്ങായി വർദ്ധിക്കുന്നതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ മസ്തിഷ്കം ഡെവലപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ ന്യൂറോണുകളുടെ എണ്ണം കൂടുന്നു, സിനാപ്സുകളുടെ എണ്ണം കൂടുന്നു എന്നുള്ളതാണ്. മനുഷ്യ മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമായിട്ടുള്ള സെറിബ്രൽ കോർട്ടക്സിലാണ് ഏറ്റവും കൂടുതൽ ന്യൂറോണുകൾ കാണപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ ന്യൂറോണുകൾ കാണപ്പെടുന്നത് എവിടെയാണെന്ന് പറഞ്ഞത് നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രൽ കോർട്ടക്സ്. സെറിബ്രൽ കോർട്ടക്സിൻ്റെ മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമായ സെറിബ്രൽ കോർട്ടക്സിലാണ് ഏറ്റവും കൂടുതൽ ന്യൂറോണുകൾ കാണപ്പെടുന്നത്. സെറിബ്രൽ കോർട്ടക്സിൻ്റെ വിവിധ ഭാഗങ്ങളുടെ വികാസം വ്യത്യസ്ത നിരക്കിലാണ് നടക്കുന്നത്. ശാരീരിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന സെറിബ്രൽ കോർട്ടക്സിൻ്റെ ഭാഗമാണ് ആദ്യം വികസിക്കുന്നത്. ശാരീരിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന സെറിബ്രൽ കോർട്ടക്സിൻ്റെ ഭാഗമാണ് ആദ്യം വികസിക്കുന്നത്. കാഴ്ച, കേൾവി തുടങ്ങിയവയെ നിയന്ത്രിക്കുന്ന ഭാഗങ്ങൾ പിന്നീട്. യുക്തിചിന്ത പോലുള്ള ഉയർന്ന മാനസിക ശേഷികളെ നിയന്ത്രിക്കുന്ന ഭാഗങ്ങൾ അതിനുശേഷവും വികാസം പ്രാപിക്കുന്നു. നമ്മൾ കുഞ്ഞുങ്ങളെ ഒബ്സർവ് ചെയ്താൽ മതി, നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സെറിബ്രൽ കോർട്ടക്സിന്റെ വിവിധ ഭാഗങ്ങൾ വിവിധ അടിസ്ഥാനപരമായ ധർമ്മങ്ങൾ നിർവഹിക്കുന്നുവെങ്കിലും ക്ഷണം, വായന തുടങ്ങിയ സങ്കീർണ പ്രവർത്തനങ്ങളിൽ സെറിബ്രൽ കോർട്ടക്സിന്റെ വിവിധ ഭാഗങ്ങൾ ഏകോപിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. വൈജ്ഞാനിക വികാസം പിയാഷെയുടെ കാഴ്ചപ്പാടിൽ. ഇനി പിയാഷെയുടെ കാഴ്ചപ്പാടിൽ വൈജ്ഞാനിക വികാസത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ജീൻ പിയാഷെ എന്നും, അല്ലെ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ജീൻ പിയാഷെ എന്നാണ് വായിക്കുക, മലയാളത്തിൽ അത് യാങ് പിയാഷെ എന്ന് വായിക്കും അല്ലേ. അപ്പോൾ ഞാനത് ജീൻ പിയാഷെ എന്നുള്ള രീതിയിലാണ് ഇതുവരെ വായിച്ചു വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെയാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾ എങ്ങനെയാണ് പഠിച്ചതെന്ന് വെച്ചാൽ നിങ്ങൾ ആ രീതിയിൽ പ്രൊനൗൺസ് ചെയ്തോളൂ. അപ്പോൾ ഇവിടെ 2 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരേ സമയത്ത് എറണാകുളത്തെ സുഭാഷ് പാർക്കിലും തിരുവനന്തപുരത്തെ ശംഖുമുഖത്തും പോകുവാൻ കഴിയുമോ? ഈ ചോദ്യത്തോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? പ്രതികരണത്തിന് നിങ്ങൾക്ക് എത്ര സമയം ആവശ്യമാണ്? ഇങ്ങനെ ഈ ചോദ്യം ഇവിടെ തന്നിട്ടുണ്ടേ, നമുക്ക് നോക്കാം. പിയാഷെയുടെ അഭിപ്രായത്തിൽ മേൽ സൂചിപ്പിച്ചതുപോലെയുള്ള ചോദ്യങ്ങൾ മുതിർന്ന ഒരാളെ സംബന്ധിച്ച് വളരെ ലളിതമാണ്. കാരണം അത് സാധ്യമല്ല എന്ന് ജീവിത അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അവർക്ക് പറയാനായിട്ട് സാധിക്കും. എന്നാൽ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ചോദ്യം പ്രയാസകരമാണ്. മുതിർന്നവരുടെയും കുട്ടികളുടെയും ചിന്താശേഷിയും അനുഭവതലവും വ്യത്യാസമാണ്.
ശൈശവത്തിൽ നിന്നും പക്വതയിലേക്കുള്ള വളർച്ചയിൽ ചുറ്റുപാടുകളുമായുള്ള ഇടപെടലുകളിലൂടെ ആർജിച്ച അനുഭവങ്ങൾ മനുഷ്യന്റെ ചിന്താപ്രക്രിയയിൽ ഗണ്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ചിന്താപ്രക്രിയയുടെ വികാസത്തിന് നിദാനം പ്രധാനമായും 4 ഘട്ടങ്ങളാണെന്ന് പിയാഷെ അഭിപ്രായപ്പെടുന്നു. നോക്കാം. ശാരീരികമായ പക്വതയാർജിക്കൽ, ബയോളജിക്കൽ മെച്ചുറേഷൻ, ആക്ടിവിറ്റി അല്ലെങ്കിൽ പ്രവർത്തനം, സോഷ്യൽ എക്സ്പീരിയൻസ് സാമൂഹിക അനുഭവങ്ങൾ, സന്തുലീകരണം അഥവാ ഇക്വിലിബ്രേഷൻ. ചിന്താ പ്രക്രിയകളുടെ വികസനത്തിന് നിദാനമായിട്ടുള്ളത് 4 ഘടകങ്ങളാണ് എന്നാണ് പിയാഷെ അഭിപ്രായപ്പെടുന്നത്. ആ 4 ഘടകങ്ങൾ ഏതൊക്കെയാണ്? ബയോളജിക്കൽ മെച്ചുറേഷൻ ശാരീരികമായ പക്വതയാർജിക്കൽ, ആക്ടിവിറ്റി അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ, സോഷ്യൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ സാമൂഹിക അനുഭവങ്ങൾ, ഇക്വിലിബ്രേഷൻ അല്ലെങ്കിൽ സന്തുലീകരണം. മനുഷ്യന് അവൻ്റെ ജനിതക ഘടനയുടെ അടിസ്ഥാനത്തിൽ പ്രയാനുസൃതമായി ചില സ്വാഭാവിക മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പുരോഗമനപരമായ ഇത്തരം സ്വാഭാവിക മാറ്റങ്ങൾ പരിപക്വനത്തിൻ്റെ മെച്ചുറേഷൻ്റെ ഫലമാണ്. ശാരീരികമായ പക്വത വർദ്ധിക്കും തോറും ചുറ്റുപാടുമായി കൂടുതൽ ഫലപ്രദമായി ഇടപെട്ട് പ്രവർത്തിക്കുവാനും അതിൽ നിന്ന് കാര്യങ്ങൾ ഗ്രഹിക്കുവാനും വ്യക്തി പ്രാപ്തനാവുന്നു. ഉദാഹരണമായി സീസോയിൽ നടത്തുന്ന പരീക്ഷണത്തിലൂടെ തുലനം ചെയ്യൽ എന്ന ആശയം കൂടി സ്വായത്തമാവുന്നുണ്ട്. അപ്പോൾ മെച്ചുറേഷനിലൂടെയാണ് പല കാര്യങ്ങളും നമ്മൾ സമൂഹവുമായി ഇടപെട്ടുകൊണ്ട് തന്നെ പഠിക്കുന്നത്. മനുഷ്യൻ എന്താ ചെയ്യുന്നത്? അവൻ്റെ ജനിതക ഘടനയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രായം ചെല്ലും തോറും ചില മാറ്റങ്ങളൊക്കെ നമ്മളിൽ വരുന്നുണ്ട്. അതിനെയാണ് മെച്ചുറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ശാരീരികമായി പക്വത വർദ്ധിക്കും തോറും ചുറ്റുപാടുമായിട്ട് കൂടുതൽ ഫലപ്രദമായി ഇടപെട്ട് കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കാനൊക്കെ നമുക്ക് സാധിക്കുന്നുണ്ട്. വളരും തോറും വ്യക്തികളുടെ സാമൂഹിക ഇടപെടലുകളും വർദ്ധിക്കുന്നുണ്ട്. മറ്റുള്ളവരിൽ നിന്നും പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ വൈജ്ഞാനിക വികാസത്തെ സ്വാധീനിക്കുന്നതായി പിയാഷെ കരുതുന്നു. വളരും തോറും വ്യക്തികളുടെ സാമൂഹിക ഇടപെടലുകൾ വർദ്ധിക്കുന്നുണ്ട്. മറ്റുള്ളവരിൽ നിന്നും നമ്മൾ പഠിച്ചെടുക്കുന്ന കാര്യങ്ങൾ നമ്മുടെ വൈജ്ഞാനിക വികാസത്തെ സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് പിയാഷെ അഭിപ്രായപ്പെടുന്നത്. സമൂഹവുമായി ഫലപ്രദമായി ഇടപെടുന്നതിലൂടെ, അതായത് സാമൂഹിക അനുഭവങ്ങളിലൂടെ സമൂഹത്തിൻ്റെ സ്വന്തമായ അറിവുകളും സഞ്ചയം വ്യക്തിക്ക് ലഭ്യമാകുന്നു. സമൂഹവുമായി നിരന്തരം നമ്മൾ കോണ്ടാക്റ്റിൽ വരുന്നതിലോടുകൂടി നമുക്ക് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട് എന്നാണ് പിയാഷെ അഭിപ്രായപ്പെടുന്നത്. ഇനി പഠിക്കാനുള്ളത് ഇക്വിലിബ്രേഷനെ കുറിച്ചാണ്. അതിനു മുൻപ് നമ്മൾ എന്താണ് സംയോജനമെന്നും എന്താണ് അനുരൂപീകരണമെന്നും പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ എന്താണ് സംയോജനം? എല്ലാ വ്യക്തികൾക്കും തങ്ങളുടെ ചിന്തകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും ലഭിക്കുന്ന കാര്യങ്ങളെ ചിട്ടപ്പെടുത്തി സൂക്ഷിക്കാനുള്ള കഴിവുണ്ട്. ജീവിതത്തിൻ്റെ ആദ്യകാലങ്ങളിൽ വളരെ ലളിതമായ രൂപത്തിലുള്ള ഒരു വൈജ്ഞാനിക ഘടനയോട് പുതിയ കാര്യങ്ങൾ നിരന്തരമായി കൂട്ടിച്ചേർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിലവിലുള്ള അറിവിൻ്റെ അടിസ്ഥാന ഘടകങ്ങളെ പിയാഷെ സ്കീമ എന്ന് വിളിക്കുന്നു. ഈ ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണ് സ്കീമ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾക്ക് ലഭിക്കുന്ന ഒരുപാട് അനുഭവങ്ങളുടെയൊക്കെ വെളിച്ചത്തിലാണ് നമുക്ക് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ വളരെ ലളിതമായ രൂപത്തിലുള്ള വൈജ്ഞാനിക ഘടനയായിരിക്കും നമുക്കുണ്ടാവുന്നത്. ആ വൈജ്ഞാനിക ഘടനയിലേക്ക് പുതിയ കാര്യങ്ങൾ നിരന്തരമായി കൂട്ടിച്ചേർക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഓൾറെഡി നമുക്കുള്ള അറിവിൻ്റെ അടിസ്ഥാന ഘടകങ്ങളെയാണ് പിയാഷെ സ്കീമെ എന്ന് പേരിട്ട് വിളിച്ചത്. അപ്പോൾ നിലവിലുള്ള സ്കീമകൾ മതിയാകാതെ വരുന്ന സന്ദർഭങ്ങളിൽ പുതിയവ അതിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ബാഹ്യലോകവുമായി നമ്മൾ പൊരുത്തപ്പെട്ട് വരുന്നതിനനുസരിച്ച് നമ്മളുടെ വൈജ്ഞാനിക വികാസം അല്ലെങ്കിൽ നമ്മുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് കൂടിക്കൂടി വരും. അപ്പോൾ പരിസ്ഥിതിയുമായി ഇടപെട്ടുകൊണ്ട് സ്കീമകൾ നിർമ്മിച്ചെടുക്കുന്ന പ്രക്രിയയാണ് അനുരൂപീകരണം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നിലവിലുള്ള സ്കീമകൾ മതിയാവാതെ വരുന്ന സന്ദർഭങ്ങളിൽ പുതിയവ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അപ്പോൾ ബാഹ്യലോകവുമായി പൊരുത്തപ്പെടുന്നതിന് പരിസ്ഥിതിയുമായി ഇടപെട്ടുകൊണ്ട് സ്കീമകൾ നിർമ്മിച്ചെടുക്കുന്ന പ്രക്രിയയാണ് അനുരൂപീകരണം എന്ന് പറയുന്നത്. അനുരൂപീകരണമാണ് എന്ത്? അഡാപ്റ്റേഷൻ. ക്ലിയർ ആയോ? ഓക്കെ. സ്കീമുകളുടെ ആന്തരിക പുനർവിന്യാസവും കൂട്ടിച്ചേർക്കലും വഴി ശക്തവും പരസ്പര ബന്ധിതവുമായ ഒരു ജ്ഞാതൃഘടന രൂപം കൊള്ളുന്ന പ്രക്രിയയാണ് സംയോജനം. അപ്പോൾ 2 വാക്കുകളാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഒന്ന് അനുരൂപീകരണവും ഒന്ന് സംയോജനവും. അപ്പോൾ എന്താണ് സ്കീമ? നിലവിലുള്ള അറിവിൻ്റെ അടിസ്ഥാന ഘടകങ്ങളെ പിയാഷെ പേരിട്ട് വിളിച്ചതാണ് സ്കീമ എന്ന് പറയുന്നത്. അപ്പോൾ നിലവിലുള്ള സ്കീമകൾ മതിയാവാതെ വരുമ്പോൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്ത് ഇരിക്കും, അല്ല അതിൻ്റെ കൂടെ ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ബാഹ്യലോകവുമായി നമ്മൾ പൊരുത്തപ്പെടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ നമുക്ക് കോണ്ടാക്റ്റ് വരുന്നതിനനുസരിച്ച് പുതിയ സ്കീമകൾ നിർമ്മിച്ചെടുക്കുന്ന പ്രക്രിയയാണ് അനുരൂപീകരണം എന്ന് പറയുന്നത്. ഇനി സ്കീമകളുടെ ആന്തരിക പുനർവിന്യാസം അതിൻ്റെ കൂട്ടിച്ചേർക്കൽ വഴി ശക്തമാവുകയും പരസ്പര ബന്ധിതമായിട്ടുള്ള ഒരു ജ്ഞാതൃഘടന ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സംയോജനം എന്ന് പറയുന്നത്. ഓക്കെ.
ഇനി അഡാപ്റ്റേഷൻ എന്താണ്? എല്ലാ വ്യക്തികളും തങ്ങളുടെ ചുറ്റുപാടിനോട് ഇണങ്ങിച്ചേരുവാനുള്ള താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. സ്വാംശീകരണം, സംസ്ഥാപനം എന്നീ പ്രക്രിയകൾ വഴിയാണ് അനുരൂപീകരണം അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ നടക്കുന്നത്. അപ്പോൾ അഡാപ്റ്റേഷൻ നടക്കുന്നത് എങ്ങനെയൊക്കെയാണ്? സ്വാംശീകരണം വഴിയും സംസ്ഥാപനം വഴിയാണ്. എല്ലാ വ്യക്തികളും തങ്ങളുടെ ചുറ്റുപാടിനോട് ഇണങ്ങിച്ചേരാൻ താല്പര്യം പ്രകടിപ്പിക്കുകയും സ്വാംശീകരണം വഴിയും സംസ്ഥാപനം വഴിയുമാണ് അവരെന്ത് ചെയ്യുന്നത്? ഈ അഡാപ്റ്റേഷൻ ഫോം ചെയ്യുന്നത്. പുതിയൊരു സാഹചര്യത്തെ നേരിടുമ്പോൾ ആദ്യം നിലവിലുള്ള സ്കീമുകൾ ഉപയോഗപ്പെടുത്താനാണ് വ്യക്തി ശ്രമിക്കുക. അതായത് നിലവിലുള്ള അറിവുകൾ ഉപയോഗിച്ച് പുതിയ സാഹചര്യത്തെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നു. അതായത് ഇവിടെ തന്നിട്ടുള്ള എക്സാമ്പിളിൽ ചക്രത്തിൽ ഓടുന്ന കളിപ്പാട്ട വണ്ടികൾ തള്ളി ശീലമുള്ള കുട്ടി ചക്രമുള്ള മറ്റു തരം കളിപ്പാട്ടങ്ങളും തള്ളി നീക്കുന്നുണ്ട്. അതാണെന്ത്? സ്വാംശീകരണത്തിന് എക്സാമ്പിൾ. ഒരു പുതിയ സാഹചര്യത്തെ നേരിടുമ്പോൾ ആദ്യം നമുക്ക് നിലവിലുള്ള സ്കീമുകൾ ഉപയോഗപ്പെടുത്താനാണ് നമ്മൾ ശ്രമിക്കുക. നമുക്ക് എന്താണോ അറിയുന്നത് അതുമായിട്ട് ലിങ്ക് ചെയ്യും. ഓക്കെ, അതായത് നിലവിലുള്ള അറിവുകൾ ഉപയോഗിച്ച് പുതിയ സാഹചര്യത്തെ മനസ്സിലാക്കാൻ നമ്മൾ ആദ്യം ഒന്ന് ശ്രമിക്കും. അതാണെന്ത്? സ്വാംശീകരണം എന്ന് പറയുന്നത്. പിന്നീട് താക്കോൽ തിരിച്ചോടിക്കുന്ന മറ്റൊരു കളിപ്പാട്ടം കിട്ടിയാൽ കുട്ടി അത് ആദ്യം തള്ളി നീക്കാനായിട്ട് ശ്രമിക്കും. അതിൽ പരാജയപ്പെടും. പിന്നീട് വാശി പിടിക്കും. മറ്റൊരാളുടെ സഹായത്തോടു കൂടി താക്കോൽ തിരിച്ചാൽ മാത്രമാണ് ഈ വണ്ടി മൂവ് ചെയ്യുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുന്നു. അപ്പോൾ പഴയ സ്കീമിൽ എന്ത് ചെയ്തു? മാറ്റം വന്നു. ഈ പ്രക്രിയയാണ് എന്ത്? സംസ്ഥാപനം എന്ന് പറയുന്നത്. ഇനി മണ്ണുമാന്തി യന്ത്രം നമ്മുടെ സൈക്കോളജി ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. ആദ്യമായിട്ട് മണ്ണുമാന്തി യന്ത്രം കാണുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടി ഓൾറെഡി ആനയെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടി പറയുകയാണ് എന്താണ്? ആന വണ്ടി എന്ന് പറയും. തുമ്പിക്കൈ ഉപയോഗിച്ച് എന്താണ് ആ മണ്ണ് ഇങ്ങനെ കോരുന്നതായിട്ട് കുട്ടി മനസ്സിലാക്കുന്നു. അപ്പോൾ ആനയ്ക്ക് എന്തുണ്ട്? തുമ്പിക്കൈ ഉണ്ട്. അപ്പോൾ കുട്ടി പറയുകയാണെന്ത്? ആന വണ്ടി എന്ന് പറയുന്നു. അപ്പോൾ അച്ഛൻ മകന് തിരുത്തി കൊടുക്കുകയാണ്. അത് ആന വണ്ടി അല്ല, അത് മണ്ണുമാന്തി യന്ത്രമാണ്. അപ്പോൾ കുട്ടിയുടെ അറിവ്, ആ ആനയെ കണ്ട് പരിചയമുള്ള കുട്ടി ആ ആന എന്ന കൺസെപ്റ്റുമായിട്ട് ഇതിനെ ലിങ്ക് ചെയ്യുകയാണ്. അതാണ് ഏറ്റവും ആദ്യം നടന്നത്. മനസ്സിലായോ? കുട്ടിയിൽ നിലവിലുള്ള സ്കീം ഉപയോഗിച്ചിട്ടാണ് കുട്ടി എന്ത് പറയുന്നത്? ഇത് ആന വണ്ടിയാണ് എന്ന് പറയുന്നത്. അപ്പോൾ അവൻ്റെ ആ നിലവിലുള്ള ആ ഒരു സ്കീമുകൾ ഉപയോഗിച്ച് ആ ഒരു സാഹചര്യത്തെ നേരിടാനുള്ള ശ്രമമല്ലേ അവൻ നടത്തിയത്. അത് അവനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? സ്വാംശീകരണമാണ്. ഇനി അച്ഛൻ തിരുത്തി കൊടുക്കുകയാണ്. എന്ത്? ഇത് ആനവണ്ടി അല്ല മോനെ, ഇതാണ് മണ്ണുമാന്തി യന്ത്രം. അപ്പോൾ എന്താണ്? പുതിയൊരു അറിവ് ആ ഒരു കുട്ടിയിലേക്ക് വന്നു. പഴയ സ്കീമുകളിൽ മാറ്റം വരുത്താൻ കുട്ടിയെ പ്രാപ്തനാക്കി. അപ്പോൾ ഈ പ്രക്രിയയാണ് എന്ത് പറയുന്നത്? അക്കോമഡേഷൻ എന്ന് പറയുന്നത്, സംസ്ഥാപനം എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ മറ്റു തരത്തിൽ പറഞ്ഞാൽ പ്രശ്നങ്ങളെ നിലവിലുള്ള സ്കീമുകൾ ഉപയോഗിച്ച് പരിഹരിക്കുന്നതിനെ സ്വാംശീകരണമെന്നും വൈജ്ഞാനിക ഘടനയിലേക്ക് പുതിയ സ്കീമുകൾ കൂട്ടിച്ചേർത്തോ നിലവിലുള്ള സ്കീമുകൾക്ക് പരിവർത്തനം നടത്തിയോ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നത് സംസ്ഥാപനം എന്നും പറയുന്നു. സ്വാംശീകരണം എന്താണ്, സംസ്ഥാപനം എന്താണെന്ന് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇത് കേട്ടറ്റിനും ചോദിക്കാറുണ്ട്, LP UPക്കും ചോദിക്കാറുണ്ട്. കൺസെപ്റ്റ് ക്ലിയർ ആക്കി മനസ്സിലാക്കി വയ്ക്കുക. പിയാഷെയുടെ അഭിപ്രായത്തിൽ സ്വാംശീകരണവും സംസ്ഥാപനവും സന്തുലീകരണത്തിനുള്ള മാർഗങ്ങളാണ്. ഉടൻ പരിഹരിക്കുവാൻ കഴിയാത്ത പ്രശ്നങ്ങൾ മനുഷ്യനിൽ വൈജ്ഞാനികമായ അസന്തുലിതാവസ്ഥ കോഗ്നിറ്റീവ് ഡിസ്ഇക്വിലിബ്രിയം സൃഷ്ടിക്കുമ്പോൾ അവയെ തരണം ചെയ്ത് സന്തുലിതാവസ്ഥ കൈവരിക്കാൻ സ്വാംശീകരണവും സംസ്ഥാപനവും സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ അസിമിലേഷനും അക്കോമഡേഷനും സ്വാംശീകരണവും സംസ്ഥാപനവും തമ്മിലൊരു ഇക്വിലിബ്രിയത്തിൽ എത്തണം അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഒരു സന്തുലിതാവസ്ഥ അല്ലെങ്കിൽ ഇക്വിലിബ്രിയേഷൻ കൈവരിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ എപ്പോഴും നമുക്കൊരു ഡിസ്ഇക്വിലിബ്രിയം ആയിരിക്കും. അപ്പോൾ പിയാഷെയുടെ അഭിപ്രായത്തിൽ സ്വാംശീകരണവും സംസ്ഥാപനവും സന്തുലീകരണത്തിനുള്ള മാർഗങ്ങളാണ്. അപ്പോൾ ആനവണ്ടി അല്ല, ഇത് മണ്ണുമാന്തി യന്ത്രമാണ് എന്ന് തിരിച്ചറിയുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്താണ്? ഒരു ഇക്വിലിബ്രിയേഷൻ വന്നു. ഉടൻ പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ മനുഷ്യനിൽ എന്തുണ്ടാക്കുന്നുണ്ട്? വൈജ്ഞാനികമായിട്ടുള്ള ഡിസ്ഇക്വിലിബ്രിയം അല്ലെങ്കിൽ അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കാനുള്ള കാരണമാണ്. വൈജ്ഞാനിക വികാസത്തിന് പ്രധാനമായിട്ടുള്ള 4 ഘട്ടങ്ങളുണ്ട് എന്ന് പിയാഷെ അഭിപ്രായപ്പെടുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്കാണ് നമ്മൾ വരുന്നത്. വിട്ടുകളയാതെ പഠിക്കണം. ഇന്ദ്രിയ ചാലക ഘട്ടം അല്ലെങ്കിൽ സെൻസറി മോട്ടോ സ്റ്റേജ്. സെൻസറി മോട്ടോ സ്റ്റേജ് 0 to 2 years ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. 0 to 2 years. അപ്പോൾ സെൻസറി മോട്ടോ സ്റ്റേജിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഇന്ദ്രിയ അനുഭവങ്ങളിലൂടെയും സ്വന്തം ചെയ്തികളിലൂടെയും കുഞ്ഞിൽ ലോകത്തെക്കുറിച്ചുള്ള പ്രാഥമിക ധാരണകൾ വളർന്നു വരുന്നു. തന്നെക്കുറിച്ചും തൻ്റെ ശരീരത്തെക്കുറിച്ചുമുള്ള ധാരണ പരിചയമുള്ളവരെയും ഇല്ലാത്തവരെയും തിരിച്ചറിയാൻ സാധിക്കലും അതനുസരിച്ച് പ്രതികരിക്കലും വസ്തുക്കളും ആളുകളും കൺവെട്ടത്ത് നിന്ന് മറഞ്ഞാലും നിലനിൽക്കുന്നു എന്ന തിരിച്ചറിവ്, അതാണ് ഒബ്ജക്റ്റ്
പെർമനൻസ്. ഇത് നമുക്ക് PYQ ആണ് ചോദിച്ചിട്ടുണ്ട്. ഒബ്ജക്റ്റ് പെർമനൻസ് പിയാഷയുടെ ഏത് സ്റ്റേജുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എന്താ ഈ ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് വെച്ചാൽ, വസ്തുക്കളും ആളുകളും കൺവെട്ടത്ത് നിന്ന് മറിഞ്ഞാലും അത് നിലനിൽക്കുന്നു എന്ന തിരിച്ചറിവാണ് ഒബ്ജക്റ്റ് പെർമനൻസ്. അപ്പോൾ സ്ഥലത്തെക്കുറിച്ചും സമയത്തെക്കുറിച്ചുമുള്ള ആദ്യ ബോധങ്ങൾ, കാര്യകാരണ ബന്ധങ്ങളെക്കുറിച്ചുള്ള ആദ്യ ധാരണകൾ. ഞാൻ കരഞ്ഞാൽ അമ്മ വരും, അതാണ് ഇതൊക്കെ PYQ ആണ് കേട്ടോ. ഞാൻ കരഞ്ഞാൽ അമ്മ വരും എന്ന കുട്ടിയുടെ ചിന്ത പിയാഷയുടെ ഏത് വികസന ഘട്ടം, വൈജ്ഞാനിക വികാസ ഘട്ടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വസ്തുക്കൾ താഴെ ഇട്ടാൽ ഒച്ചയുണ്ടാകും. ഇതൊക്കെ PYQs ആണ്, ശ്രദ്ധിക്കുക. കേട്ടറ്റിനൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. പരീക്ഷണങ്ങൾ, അനുകരണങ്ങൾ എന്നിവയുടെ തുടക്കം, മറ്റുള്ളവരുടെ ഭാവങ്ങളും ഭാഷയും മനസ്സിലാക്കി തുടങ്ങൽ എന്നിങ്ങനെയുള്ള സംവേദന സ്കീമുകളും ചാലക സ്കീമുകളും ഉപയോഗിച്ചാണ് ഭാഷാ പഠനം സാധ്യമാകുന്ന കാലം വരെ കുട്ടിയിൽ പഠനം മുന്നേറുന്നത്. 1.5 വയസ്സ് മുതൽ 2 വയസ്സ് വരെയുള്ള കാലം അടുത്ത ഘട്ടത്തിലേക്കുള്ള മാറ്റത്തിൻ്റെ കാലഘട്ടമാണ്. ചെയ്യാൻ പോകുന്നതിനെക്കുറിച്ച് മനസ്സിൽ വിചാരിക്കാൻ സാധിച്ചു തുടങ്ങുന്നു. അതുപോലെ സംവേദ ചാലഘട്ടത്തെ പിയാഷെ വീണ്ടും 6 ചെറിയ ഘട്ടങ്ങളായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. ഓക്കെ, ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്, അതൊക്കെ പിന്നീട് നമ്മൾ പഠിക്കും. അപ്പോൾ ഇവിടെ നോക്കുക, സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഈ ഭാഗത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് പെർമനൻസ്, പിന്നെ അതുപോലെ തന്നെ ഞാൻ കരഞ്ഞാൽ അമ്മ വരും, അല്ലെങ്കിൽ വസ്തുക്കൾ താഴെ ഇട്ടാൽ ഒച്ചയുണ്ടാകും എന്ന കുട്ടിയുടെ കാഴ്ചപ്പാട് പിയാഷയുടെ ഏത് വൈജ്ഞാനിക വികാസ ഘട്ടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? ഇന്ദ്രിയ ചാലകഘട്ടം. അതിൻ്റെ ഇയർ ഒന്ന് ഓർത്തിരിക്കുക, 0 to 2 years ആണ് സെൻസറി മോട്ടോർ സ്റ്റേജ് അല്ലെങ്കിൽ ഇന്ദ്രിയ ചാലകഘട്ടം. ഈ മലയാളം ടേം പഠിച്ചു വയ്ക്കണം. സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് മാത്രം പഠിച്ചാൽ പോരാ, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇന്ദ്രിയ ചാലകഘട്ടം എന്നാണെങ്കിൽ നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റണം. അപ്പോൾ പിയാഷയുടെ വൈജ്ഞാനിക ഘട്ടത്തിൽ ഏറ്റവും ആദ്യത്തേത് ഇന്ദ്രിയ ചാലകഘട്ടം, സെൻസറി മോട്ടോർ സ്റ്റേജ്, 0 to 2 years ആണ്. ഇന്ദ്രിയ അനുഭവങ്ങളിലൂടെയും സ്വന്തം ചെയ്തികളിലൂടെയും കുഞ്ഞ് ലോകത്തെക്കുറിച്ചുള്ള പ്രാഥമിക ധാരണകൾ കൈവരിക്കുന്ന ഒരു സ്റ്റേജാണിത്. അതുപോലെ തന്നെ ഒബ്ജക്റ്റ് പെർമനൻസ് എന്നുള്ള ആ ഒരു അല്ലെങ്കിൽ വസ്തുക്കൾ കൺവെട്ടത്ത് നിന്ന് മറിഞ്ഞാലും അത് അവിടെ തന്നെ ഉണ്ട് എന്നൊരു തിരിച്ചറിവാണ് ഈ ഒബ്ജക്റ്റ് പെർമനൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ ഈ പറഞ്ഞ എക്സാമ്പിൾസും ഒക്കെ ഓർത്ത് വെച്ചേക്കുക. ഇനി അടുത്തൊരു സ്റ്റേജിലേക്കാണ് നമ്മൾ പോകുന്നത്, പ്രാഗ് മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. ഇത് മറ്റേ സെൻസറി മോട്ടോർ സ്റ്റേജ് 0 to 2 years ആയിരുന്നില്ലേ? ഇത് എവിടെയാണ്? 2 to 7 years ആണ്. 2 to 7 years ആണ് ഏത്? നമ്മുടെ പ്രാഗ് മനോവ്യാപാര ഘട്ടം, പിയാഷയുടെ പ്രാഗ് മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത് 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് ഈ ഒരു ക്ലാസിഫിക്കേഷനിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിരിക്കുന്നത്, അല്ലെ ഈ ഒരു വൈജ്ഞാനിക ഘട്ടത്തിൽ വരുന്നതായിട്ട് അദ്ദേഹം സങ്കല്പിച്ചിരിക്കുന്നത്. നോക്കാം, ഇത് മനോവ്യാപാരത്തിന് മുൻപുള്ള ഘട്ടമാണ്. നോക്കാം, ഭാവനയുടെയും ചിന്തയുടേതുമായ പ്രതീകാത്മക പ്രവർത്തനങ്ങളാണ്, സിംബോളിക് ആക്ടിവിറ്റീസിലേക്ക് കുട്ടി വളർന്നു വരികയാണ് ചെയ്യുന്നത്. ഭാഷ പഠിക്കാൻ കഴിയുന്നതോടുകൂടി മറ്റുള്ളവരുമായിട്ടുള്ള ആശയവിനിമയ സാധ്യത വരുന്നുണ്ട്. മാത്രമല്ല ചിന്തയ്ക്കുള്ള ഏറ്റവും പ്രധാനമായ ഒരു ഉപകരണം കൂടി കുട്ടിക്ക് ലഭ്യമാകുന്നുണ്ട്. ഏതാണ്? ഭാഷ. മറ്റുള്ളവർക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം എന്ന അവസ്ഥ വരുന്നു. 2 or 3 വയസ്സുള്ള കുട്ടിയുടെ വ്യവഹാരങ്ങളിൽ പ്രതീകാത്മകത വളരെ പ്രകടമാണ്. ഓർമ്മയും ഭാവനയും നേരിട്ടുള്ള സാഹചര്യവും എല്ലാം കൂടിക്കുഴഞ്ഞ ഒരു ലോകമാണ് കുട്ടിയുടേത്. ലോകത്തെക്കുറിച്ചുള്ള പ്രാഥമിക അറിവുകൾ ശേഖരിക്കുന്നതിൻ്റെ, ഭാഷ പഠിക്കുന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണിത്. കുട്ടിയുടെ മാനസിക അവസ്ഥയുടെ പരിമിതികൾ മൂലം യുക്തിപരമായി ചിന്തിക്കാനുള്ള ശേഷിയിലേക്ക് ഇനിയും പടവുകൾ താണ്ടേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്? യുക്തിപരമായിട്ടുള്ള ചിന്തയൊന്നും ഈ ഭാഗത്ത് ഇല്ല. ഓക്കെ, യുക്തിപരമായിട്ടുള്ള ചിന്തയില്ല. മറ്റുള്ളവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാമെന്ന അവസ്ഥയിലേക്ക് കുട്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്രായത്തിൻ്റെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് ഈഗോ സെൻട്രിസമാണ്, സ്വയം കേന്ദ്രീകൃതമാണ്. ഈ പ്രായത്തിൻ്റെ പ്രധാന സവിശേഷത സ്വയം കേന്ദ്രീകൃത അവസ്ഥയാണ്. ലോകത്തെ കുട്ടി മനസ്സിലാക്കുന്നത് തൻ്റെ അനുഭവങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ്. ലോകത്തിൻ്റെ കേന്ദ്രം താനാണെന്നും തന്നെ ചുറ്റിപ്പറ്റിയാണ് കാര്യങ്ങളെല്ലാം എന്നതാണ് ഈ ഒരു അവസ്ഥ. അതുകൊണ്ട് തന്നെ കാര്യകാരണ ബന്ധങ്ങളിലെ തിരിച്ചു മനസ്സിലാക്കാൻ ഈ ഘട്ടത്തിൽ സംഭവിക്കാനിടയുണ്ട്. ഓരോ വസ്തുവിനും പ്രതിഭാസത്തിനും തന്നിൽ നിന്ന് വേറിട്ട് ഒരസ്തിത്വമുണ്ട് എന്നും മറ്റുള്ളവർ കാണുന്നതും ചിന്തിക്കുന്നതും തന്നെ പോലെ ആകണമെന്നില്ല എന്നും മനസ്സിലാക്കാൻ ഈ ഘട്ടത്തിൽ കുട്ടിക്ക് കഴിയില്ല. മുതിർന്നവർ സാധാരണയായി കുട്ടിയുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് പെരുമാറാൻ ശ്രദ്ധിക്കുന്നതിനാൽ അവരുമായി ഇടപഴകുന്നതിന് കുട്ടികൾക്ക് പ്രശ്നമുണ്ടാവില്ല.
എന്നാൽ മറ്റു കുട്ടികളുമായി വർത്തമാനം പറയുമ്പോഴും കളിക്കുമ്പോഴും പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉടലെടുക്കാം. ഒരു കഥ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അയാൾ മനസ്സിലാക്കുന്ന രീതിയിൽ പറയാൻ കുട്ടിക്ക് വളരെ വിഷമമായിരിക്കും അല്ലേ? കാരണം എന്താണ്, ഭാഷയൊക്കെ ഉടലെടുത്ത് വരുന്നേ ഉള്ളൂ. അവൻ്റെ ആശയങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം, പക്ഷേ എന്താണ്, ഗ്രാമറും വള്ളിയും പുള്ളിയും ഒക്കെ പറയേണ്ടടുത്ത് ഉണ്ടാവില്ല അല്ലേ? 2 മുതൽ 7 വയസ്സുള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ 5, 6, 7ലേക്കൊക്കെ വരുമ്പോൾ കുറച്ചും കൂടിയൊക്കെ ക്ലാരിറ്റി നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ 2, 3 ആ ഒരു വയസ്സൊക്കെ ആകുമ്പോൾ എന്താണ്, അവൻ എന്തൊക്കെയോ നമ്മളോട് പറഞ്ഞു തരും അല്ലേ? അപ്പോൾ നമ്മൾ സ്ഥിരം കേൾക്കുന്ന നമ്മൾക്കത് മനസ്സിലാവും. പുറമേയുള്ള ആളുകൾക്ക് ചിലപ്പോൾ അത് മനസ്സിലായിക്കൊള്ളണമെന്ന് ഇല്ല. ഓക്കെ. ലോകത്തിൻ്റെ വസ്തുനിഷ്ഠ സ്വഭാവവും വ്യക്തികളുടെ ആത്മനിഷ്ഠ സ്വഭാവവും തിരിച്ചറിയുന്ന ഘട്ടത്തിലെ സ്വയം കേന്ദ്രീകൃതാവസ്ഥ കുറഞ്ഞു വരികയുള്ളൂ. ഒന്നിലധികം കാര്യങ്ങളെ ഒരേ സമയം പരിഗണിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുന്ന പ്രായമാണിത്. ഏറ്റവും പ്രകടമായ ഒരംശത്തിൽ മാത്രം ശ്രദ്ധയൂന്നുന്ന സ്വഭാവം പെർപെച്വൽ സെൻട്രേഷൻ. അപ്പോൾ പെർപെച്വൽ സെൻട്രേഷൻ എന്ന് പറയുന്നത് ഏത് കാലഘട്ടത്തിൽ വരുന്നതാണ്, പിയാഷെയുടെ ഏത് വികസന ഘട്ടത്തിൽ വരുന്നതാണ് എന്ന് ചോദിച്ചാൽ എന്ത് പറയണം? അവിടെ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് അല്ലെങ്കിൽ പ്രാഗ് മനോവ്യാപാര ഘട്ടമാണ്. ഒന്നിലധികം കാര്യങ്ങളെ ഒരേ സമയം പരിഗണിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുന്ന പ്രായമാണിത്. ഏറ്റവും പ്രകടമായ ഒരംശത്തിൽ മാത്രം ശ്രദ്ധയൂന്നുന്ന സ്വഭാവമാണ് പെർപെച്വൽ സെൻട്രേഷൻ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഇനി ഇവിടെ നോക്കാം. നീളത്തിലും വീതിയിലും വ്യത്യാസപ്പെട്ടിരിക്കുന്ന രൂപങ്ങളെ താരതമ്യപ്പെടുത്തേണ്ടി വന്നാൽ കുട്ടികൾ ഒന്നുകിൽ നീളത്തിൽ മാത്രം ശ്രദ്ധിക്കും, അല്ലെങ്കിൽ വീതിയിൽ മാത്രം ശ്രദ്ധിക്കും. ഓരോന്നും ഒറ്റയ്ക്ക് മാത്രം ശ്രദ്ധിക്കുകയും പരസ്പരം മനസ്സിലാക്കാതിരിക്കുകയും ചെയ്യുന്നു. ഇവിടെ നിന്നൊരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ഉണ്ട്, പറയാം. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിരിക്കാൻ നോക്കാം. ഒരു വരിയിൽ 5 തീപ്പെട്ടിക്കൊള്ളികൾ അടുത്തടുത്ത് വെച്ചിരിക്കുന്നു. അടുത്ത വരിയിൽ 5 എണ്ണം വിട്ട് വെച്ചിരിക്കുന്നു. ഇതിൽ ഏത് വരിയിലാണ് അധികം കൊള്ളിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അധികം ഉള്ളത് എന്ന് ചോദിച്ചാൽ ആ കുട്ടി എന്താ പറയുക? ഈ 5 തീപ്പെട്ടിക്കൊള്ളികൾ വിട്ട് വെച്ചിരിക്കുന്ന വരിയിലാണ് എന്തുള്ളത്, കൂടുതലുള്ളത് എന്നായിരിക്കും ചൂണ്ടിക്കാണിക്കുക. മനസ്സിലായോ? ഇനി ഈ ഘട്ടത്തിൻ്റെ അവസാനം എത്തുമ്പോഴേക്കും ഇങ്ങനെ ഒരംശത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അവസ്ഥ കുറഞ്ഞു വന്ന് പല കാര്യങ്ങളും ഒരേ സമയം ശ്രദ്ധിക്കാൻ സാധിക്കുന്ന കഴിവ് വളർന്നു വരുന്നുണ്ട്. തിരിച്ച് ചിന്തിക്കുക, സ്ഥിരത തുടങ്ങിയ കഴിവുകൾ ഈ ഒരു ഘട്ടത്തിൽ എന്തായിരിക്കും? കുറവായിരിക്കും. റിവേഴ്സിബിലിറ്റിയും സ്ഥിരതയും ഈ സമയത്ത് കുറവായിരിക്കും എന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. ഇത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, പക്ഷേ അത് അടുത്ത ഘട്ടത്തിലാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ. കുട്ടിക്ക് തൻ്റേതായിട്ടുള്ള അർത്ഥങ്ങളാണ് ഉള്ളത്. യുക്തിചിന്തയ്ക്ക് തൻ്റേതായ നിയമങ്ങളാണ് ഉള്ളത്. ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള കാര്യങ്ങളിൽ നിന്നും സാമാന്യവൽക്കരണം നടത്തുമ്പോഴേക്കും പൊതുനിയമത്തെ ഒരു സന്ദർഭത്തിൽ ഉപയോഗിക്കുമ്പോഴും അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ വിശദീകരിക്കുമ്പോഴും പലപ്പോഴും തെറ്റുകൾ വന്നുപോകും. പ്രതീകാത്മകമായ ചിന്തയ്ക്കും ഭാവനയ്ക്കും മുഖ്യസ്ഥാനമാണുള്ളത്. എല്ലാവർക്കും തൻ്റെ തോന്നലുകളും കാഴ്ചകളുമാണെന്ന ധാരണയാണ് കുട്ടിക്കുള്ളത്. അനുഭവങ്ങളിലൂടെ ഇത്തരം പരിമിതികളെ മറികടക്കാനാവുകയും 7, 8 വയസ്സാകുമ്പോഴേക്കും മുതിർന്നവരുടെ യുക്തിചിന്തയുടെ ലോകത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയും ചെയ്യുന്നു. കുട്ടികൾ മുതിർന്നവരുടെ ചെറിയ പതിപ്പല്ല എന്നും വളരെ വ്യത്യസ്തരാണെന്നും പിയാഷെ ഊന്നിപ്പറയുന്നുണ്ട്. കുട്ടികൾ മുതിർന്നവരുടെ ചെറിയ പതിപ്പല്ല എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് പ്രാഗ് മനോവ്യാപാര ഘട്ടത്തെക്കുറിച്ചാണ്. 2 മുതൽ 7 വയസ്സ് വരെയാണ്. അപ്പോൾ ഭാഷ വികസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വസ്തുക്കളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് സിമ്പിൾസ് ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ഘട്ടമാണിത്. ഇനി എന്താ പറയേണ്ടത്? ഈഗോസെൻട്രിക് തോട്ട് അല്ലെങ്കിൽ സ്വന്തം വീക്ഷണ കോണിലൂടെ മാത്രമാണ് കാര്യങ്ങൾ നോക്കിക്കാണുന്നത് അല്ലേ? കുട്ടി ഈഗോസെൻട്രിക് ആണ് ഈ ഒരു സമയത്ത് വരുന്നത്. അതുപോലെ കേന്ദ്രീകൃത ചിന്തനത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, സെൻട്രേഷൻ. പിന്നെ ഒരു ദിശയിലേക്ക് മാത്രമാണ് കുട്ടിക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് 2, 1, 3 ആണ്. അങ്ങനെയെങ്കിൽ 3ൽ നിന്ന് 1 കുറച്ചാൽ എത്രയാണെന്ന് വെച്ചാൽ ഈ ഭാഗത്തുള്ള കുട്ടികൾക്ക് അത് പറയാനായിട്ട് പറ്റില്ല. അവർ ഒരു ദിശയിലേക്ക് മാത്രമാണ് ചിന്തിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പോയിന്റ് നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? ഈ ഒരു ഭാഗത്ത് നമ്മൾ പറഞ്ഞ മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് പെർപെച്വൽ സെൻട്രേഷനാണ്. അതായത് ഏറ്റവും പ്രകടമായിട്ടുള്ള ഒരു അംശത്തിൽ മാത്രം ശ്രദ്ധയൂന്നുന്ന കാര്യമാണ്. സ്വയം കേന്ദ്രീകൃതം, ഈഗോസെൻട്രിക് ആണെന്ന് പറഞ്ഞു. പിന്നെ ഭാഷ പഠിക്കാൻ കഴിയുന്നതോടുകൂടി മറ്റുള്ളവരുമായിട്ടുള്ള ആശയവിനിമയ സാധ്യത വരുന്നുണ്ട്. പക്ഷേ എന്താണ്, അവൻ്റേതായിട്ടുള്ള ഭാഷയും അവൻ്റേതായിട്ടുള്ള ചിന്തയുമാണ് ഉള്ളത് അല്ലേ? അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ പറഞ്ഞത്. പിന്നെ അതേപോലെ പ്രാഗ് മനോവ്യാപാര ഘട്ടത്തിൻ്റെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അനിമിസമാണ് കേട്ടോ. അതായത് എല്ലാ വസ്തുക്കളും ജീവനുള്ളവയുടെ പ്രത്യേകതകൾ പ്രകടിപ്പിക്കുന്നു എന്നാണ് ആ പ്രായത്തിലുള്ള കുട്ടികൾ കരുതുന്നത്. എല്ലാ വസ്തുക്കളും, ഇപ്പോൾ ജീവൻ ഉള്ളതായിക്കോട്ടെ ഇല്ലാത്തതായിക്കോട്ടെ, എല്ലാത്തിനും എന്തുണ്ട്? ജീവനുള്ളവയായിട്ട് തന്നെയാണ് അവർ പരിഗണിക്കുന്നത്. ജീവനുള്ളവയുടെ പ്രത്യേകതകൾ പ്രകടിപ്പിക്കുന്നു എന്നാണ് ഈ പ്രായത്തിലുള്ള കുട്ടികൾ പരിഗണിക്കുന്നത്. ഇനി അടുത്തത് മൂർത്ത മനോവ്യാപാര ഘട്ടത്തെക്കുറിച്ച് നോക്കാം.
കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ 7 മുതൽ 11 വയസ്സ് വരെയുള്ള കുട്ടികളുടെ കാര്യമാണ് ഈ ഭാഗത്ത് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കാം. മനോവ്യാപാരത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിന് മുൻപുള്ള ഘട്ടത്തിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാക്കുന്നത്. അപ്പോൾ മൂർത്ത മനോവ്യാപാര ഘട്ടം എന്ന് പറയുന്നത് മനോവ്യാപാരത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ യുക്തിചിന്തയുടെ അടിസ്ഥാന ശിലയാണ് മനോവ്യാപാരം. ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഉളവാകുന്ന അവസ്ഥ കണക്കിലെടുത്തുകൊണ്ട് ചെയ്യേണ്ട മാനസിക പ്രക്രിയകളെയാണ് മനോവ്യാപാരം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. റിവേഴ്സിബിലിറ്റി നോക്കിയേ, തിരിച്ച് ചിന്തിക്കുക എന്ന പ്രത്യേകത ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ റിവേഴ്സിബിലിറ്റി ഇവിടുത്തെ ഒരു പോയിൻ്റാണ്, ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ റിവേഴ്സിബിലിറ്റി എന്ന് ഉദ്ദേശിക്കുക എന്താണ്? A+B=C ആണെങ്കിൽ C-B=A എന്നാണ് എന്ന് കുട്ടിക്ക് പറയാൻ പറ്റണം. അതായത് 2 1 3 ആണെങ്കിൽ 3ൽ നിന്ന് 1 കുറച്ചാൽ 2 ആണ് എന്ന് കുട്ടിക്ക് പറയാൻ പറ്റുന്നുണ്ടെന്ന്. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് അല്ലെങ്കിൽ മൂർത്ത മനോവ്യാപാര ഘട്ടത്തിൽ റിവേഴ്സിബിലിറ്റി എന്ന് പറയുന്നത് അവിടെ ഒരു പ്രത്യേകതയാണ്. തിരിച്ചുള്ള ചിന്ത. ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഉളവാകുന്ന അവസ്ഥ കണക്കിലെടുത്തുകൊണ്ട് ചെയ്യേണ്ട മാനസിക പ്രക്രിയകളെയാണ് ഇവിടെ മനോവ്യാപാരം അല്ലെങ്കിൽ ഓപ്പറേഷൻ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. റിവേഴ്സിബിലിറ്റി അല്ലെങ്കിൽ തിരിച്ചുള്ള ചിന്ത എന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. തിരിച്ചുള്ള ചിന്ത എന്ന് പറഞ്ഞപ്പോൾ എന്താണെന്ന് മനസ്സിലായല്ലോ? ഓക്കെ. ഇങ്ങനെ ഒരു ക്രിയ ചെയ്താൽ കിട്ടുന്ന ഫലം വെച്ചുകൊണ്ട് എതിർക്രിയ ചെയ്താൽ തുടങ്ങിയടുത്ത് തന്നെ എത്തും എന്ന തത്വം തിരിച്ചറിയുമ്പോൾ മാത്രമേ സ്ഥിരത അല്ലെങ്കിൽ കൺസർവേഷൻ എന്ന് പിയാഷെ വിളിക്കുന്ന ലോക സ്വഭാവം ശരിയായ അർത്ഥത്തിൽ ഉൾക്കൊള്ളുകയുള്ളൂ. ഓക്കെ. അപ്പോൾ A+B=C ആണെങ്കിൽ C-B=A ആണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ അതൊരു റിവേഴ്സൽ പ്രോസസ്സാണ്, അല്ലെങ്കിൽ റിവേഴ്സിബിലിറ്റി ആണ്, അല്ലേ? ഇനി ഈ ഒരു ക്രിയ ചെയ്താൽ കിട്ടുന്ന ഫലം വെച്ചുകൊണ്ട് എതിർക്രിയ ചെയ്താൽ തുടങ്ങിയടുത്ത് തന്നെ എത്തും എന്ന തത്വം തിരിച്ചറിഞ്ഞാൽ മാത്രമാണ് സ്ഥിരത അല്ലെങ്കിൽ കൺസർവേഷൻ. അപ്പോൾ കൺസർവേഷൻ എന്ന് പറയുന്നത് മൂർത്ത മനോവ്യാപാര ഘട്ടത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. റിവേഴ്സിബിലിറ്റി, കൺസർവേഷൻ ഇതൊക്കെ ഈ ഒരു ഏജിൽ വരുന്ന കാര്യങ്ങളാണ്, ഓർത്ത് വെച്ചേക്കുക. ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത്. മൂർത്ത മനോവ്യാപാര ഘട്ടം എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? റിവേഴ്സിബിലിറ്റി, തിരിച്ചുള്ള ചിന്തനം, അതുപോലെ സ്ഥിരത അല്ലെങ്കിൽ കൺസർവേഷൻ. ഇനി തൻ്റെ മുന്നിൽ അനുഭവവേദ്യമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് യുക്തിപൂർവ്വം ചിന്തിക്കാനുള്ള കപ്പാസിറ്റി കുട്ടികളിൽ ഉടലെടുക്കുന്നുണ്ട്. ഈ ചിന്തയിലൊക്കെ എന്ത് വരുന്നുണ്ട്? സ്ഥിരത വരുന്നുണ്ട്, കൺസർവേഷൻ വരുന്നുണ്ട്. വസ്തുക്കൾ ചേർത്ത് വെച്ചാലും വിട്ടുവെച്ചാലും എണ്ണത്തിന് വ്യത്യാസമുണ്ടാകുന്നില്ല എന്നതാണ് സംഖ്യാസ്ഥിരത. മനസ്സിലായോ? കഴിഞ്ഞതിൽ നമ്മൾ പറഞ്ഞു എന്താണ്? പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 5 തീപ്പെട്ടിക്കൊള്ളികൾ അടുത്തടുത്ത് വെക്കുന്നതും വിട്ട് വെക്കുന്നതും. ആ ഏജിലുള്ള കുട്ടി പറയുന്നത് ഈ വിട്ട് വെക്കുന്ന 5 തീപ്പെട്ടിക്കൊള്ളികൾക്കാണെന്ത് അവിടെയാണ് എണ്ണം കൂടുതലെന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഒരു പ്രായത്തിലേക്ക് വരുമ്പോൾ, മൂർത്ത മനോവ്യാപാര ഘട്ടത്തിലേക്ക് വരുമ്പോൾ കുട്ടി മനസ്സിലാക്കുകയാണ് സംഖ്യാസ്ഥിരതയെക്കുറിച്ച്. പാത്രം മാറ്റിയത് കൊണ്ട് വെള്ളത്തിൻ്റെ അളവിൽ മാറ്റമുണ്ടാവില്ല എന്നതാണ് വ്യാപ്ത സ്ഥിരത. ഇപ്പോൾ നമ്മൾ നീണ്ട ഒരു ഗ്ലാസ് എടുക്കുകയാണ്, അതുപോലെ ഉരുണ്ടൊരു ഗ്ലാസ് എടുക്കുകയാണ്. നീണ്ട ഗ്ലാസ്സിലും ഉരുണ്ട ഗ്ലാസ്സിലും ഒരേ ക്വാണ്ടിറ്റി വെള്ളമാണ് കൊള്ളുന്നതെങ്കിലും നമ്മുടെ മനോവ്യാപാര ഘട്ടത്തിലുള്ള കുട്ടി പറയുന്നത് എന്തായിരിക്കും? നീണ്ട ഗ്ലാസ്സിലാണ് കൂടുതൽ ക്വാണ്ടിറ്റി വെള്ളം കൊള്ളുക എന്നുള്ളതായിരിക്കും. പക്ഷേ ഈ 2 ഗ്ലാസും ഒരേ ക്വാണ്ടിറ്റിയാണ് കൊള്ളുന്നത് എന്ന കാര്യം കുട്ടി മനസ്സിലാക്കുന്നത് മൂർത്ത മനോവ്യാപാര ഘട്ടത്തിലേക്ക് വരുമ്പോഴാണ്. മനസ്സിലായോ? അതാണ് കൺസർവേഷൻ ഓഫ് വോളിയം എന്ന് ഉദ്ദേശിക്കുന്നത്, വ്യാപ്ത സ്ഥിരത. ഒരേ അളവിലുള്ള കളിമണ്ണ് ഉണ്ടയായി വെച്ചാലും വലിച്ചു നീട്ടിയാലും അളവിന് വ്യത്യാസം വരുന്നില്ല എന്നത് പിണ്ഡസ്ഥിരത, കൺസർവേഷൻ ഓഫ് മാസ്. അപ്പോൾ ഇങ്ങനെ ഡയമെൻഷൻസിനെ കുറിച്ചുള്ള ചിന്തകളൊക്കെ കുട്ടിക്ക് വരുന്നത് എപ്പോഴാണ്? മൂർത്ത മനോവ്യാപാര ഘട്ടത്തിലേക്ക് എത്തുന്ന കുട്ടികൾക്കാണ്. ഇനി സ്ഥിരത മാത്രമല്ല, ഈ ഘട്ടത്തിൽ കൃത്യമായി അടുക്കാനുള്ള കഴിവും ശ്രേണീകരണം ഇമ്പോർട്ടൻ്റ് ആണ് ഈ പോയിന്റ്. ശ്രേണീകരണം, പല രീതിയിൽ തരംതിരിക്കാനുള്ള കഴിവ്, ക്ലാസിഫിക്കേഷൻ, ഈ ഒരു ഐഡിയാസൊക്കെ കുട്ടിക്ക് വരുന്നത് എപ്പോഴാണ്? മൂർത്ത മനോവ്യാപാര ഘട്ടത്തിലാണ്. സ്വയം കേന്ദ്രീകൃത സ്വഭാവം, ഈഗോസെൻട്രിക് ആയിരുന്നു അല്ലേ? കുട്ടി ഈഗോസെൻട്രിക് ആയിരുന്നു പ്രാക് മനോവ്യാപാര ഘട്ടത്തിൽ. അപ്പോൾ ആ ഒരു ഈഗോസെൻട്രിസം ഒക്കെ മാറിയിട്ട് സ്വയം കേന്ദ്രീകൃത സ്വഭാവം മാറുകയും വസ്തുനിഷ്ഠമായി കാര്യങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ഭാവനയുടെ ലോകത്ത് നിന്നും വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യത്തിലേക്ക് കുട്ടി ക്രമത്തിൽ എത്തപ്പെടുന്നു. യുക്തിചിന്ത ഏതാണ്ട് മുതിർന്നവരോട് അടുത്തു വരുന്നുവെങ്കിലും മൂർത്ത സാഹചര്യത്തിൽ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. നേരിട്ട് കാണുന്ന കാര്യങ്ങളെ ആസ്പദമാക്കി ചോദ്യങ്ങളാവാം, കാണാത്ത കാര്യങ്ങളോ ഭാഷ ഉപയോഗിച്ചുള്ള ചോദ്യങ്ങളോ ആകുമ്പോൾ ബുദ്ധിമുട്ട് വരുന്നു. ചിന്തയിൽ നിയമങ്ങൾക്കും ചിട്ടയ്ക്കും ലാളിത്യത്തിനും പ്രാധാന്യമേറുന്നു.
അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, പ്രസൻറ്റും പാസ്റ്റും ഫ്യൂച്ചറും ഒക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിക്കാനുള്ള ഒരു സ്റ്റേജാണ് അതല്ലേ, അതെന്തുകൊണ്ടാണ് എങ്ങനെയാവുന്നതെന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ അവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അടുത്തത് ഔപചാരിക മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. 11 വയസ്സ് മുതലാണ് ഔപചാരിക വ്യാപാര ഘട്ടം വരുന്നത്. അപ്പോൾ മൂർത്ത മനോവ്യാപാര ഘട്ടം 7 to 11 ആണ്. ഇതെന്താണ്, 11 വയസ്സ് മുതൽ കൗമാരം വരെ അല്ലെങ്കിൽ അതിന് ശേഷവും എന്ന രീതിയിലാണ് ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഈ ഘട്ടത്തിൽ എത്തുമ്പോഴേക്കും അമൂർത്തമായി ചിന്തിക്കുന്നതിനും യുക്തിയുടെ രീതികൾ ഭംഗിയായി ഉപയോഗിക്കുന്നതിനുമുള്ള ശേഷി കൈവരിക്കുന്നുണ്ട്. ശാസ്ത്രീയ ചിന്താഗതിയിൽ പ്രാവീണ്യം വർദ്ധിക്കുന്നു. തന്നെയും മറ്റുള്ളവരെയും പല കോണുകളിൽ കാണുവാനും വിലയിരുത്തുവാനും കഴിയുന്നു. പ്രശ്നങ്ങളെ അപഗ്രഥിക്കുവാനും പ്രശ്നപരിഹാരത്തിനുള്ള സാധ്യതകൾ ആരായാനും അവയെ താരതമ്യപ്പെടുത്തുവാനും പ്രതീകങ്ങൾ അർത്ഥപൂർണമായി ഉപയോഗിക്കുവാനുമൊക്കെ സാധിച്ചു തുടങ്ങുന്നു. ചിന്തയുടെ പരിധി ഭൂലോകത്തിനും അപ്പുറം വികസിക്കുന്നു. അമൂർത്തമായി വിവിധ പ്രശ്നത്തെ നേരിടാനും അതിനെ തരണം ചെയ്യുവാനും പഠിക്കുന്നു. ഇതുവരെ വിശദീകരിച്ച എല്ലാ കാര്യങ്ങളും കൂടി ഇൻക്ലൂഡഡ് ആക്കിയിട്ട് ചെറിയൊരു ബോക്സ് പോലെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ എന്താണ്, ഔപചാരിക മനോവ്യാപാര ഘട്ടം. അപ്പോൾ അമൂർത്തമായി ചിന്തിക്കുന്നതിന്, യുക്തിയുടെ രീതികളൊക്കെ ഭംഗിയായിട്ട് ഉപയോഗിക്കുന്നതിന്, പ്രശ്നപരിഹാരത്തിന്, പ്രശ്ന അപഗ്രഥനത്തിന് ഉള്ള കപ്പാസിറ്റിയൊക്കെ ആർജിച്ചെടുക്കുന്നത് ഔപചാരിക മനോവ്യാപാര ഘട്ടത്തിലാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് PSC ഒരുപാട് ചോദ്യങ്ങൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അതായത് നമ്മുടെ പ്രീ പ്രൈമറി സ്കൂളിലുള്ള കുട്ടി ഏത് വികാസ തലത്തിലാണ് വരുന്നത്? പ്രീ പ്രൈമറി സ്റ്റേജിലുള്ള കുട്ടി എന്ന് പറയുമ്പോൾ അവൻ്റെ വയസ്സ് എത്രയായിരിക്കും? പ്രീ പ്രൈമറി എന്ന് പറയുമ്പോൾ ഒരു പ്രൈമറിക്കും തൊട്ട് മുന്നെയാണ് അല്ലേ, 4-5 വയസ്സാണ് അല്ലേ. അപ്പോൾ വരുമ്പോൾ എന്താ, പ്രാക് മനോവ്യാപാര ഘട്ടമായിരിക്കും ഉത്തരമായിട്ട് വരുന്നത്. അത് ICDS സൂപ്പർവൈസറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പിന്നെ അതുപോലെ 4.50 പൈസ ചേർന്നാൽ 2 രൂപയാവും എങ്കിൽ 2 രൂപയിൽ എത്ര 50 പൈസയുണ്ട് എന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ പ്രയാസപ്പെടുന്ന കുട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിയാഷെയുടെ ഏത് ഘട്ടത്തിലാണ് വരുന്നത്? ഏതിലാണ്? പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് വരിക അല്ലേ. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് പ്രാക് മനോവ്യാപാര ഘട്ടത്തിലായിരിക്കും വരിക. അവിടെ എന്തില്ല, റിവേഴ്സിബിലിറ്റി ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു. ഒരു ദിശയിലേക്ക് മാത്രമേ ചിന്തിക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ റിവേഴ്സിബിലിറ്റി ഇല്ല, ഇറിവേഴ്സിബിൾ ആണ്. ഓക്കെ, ഇനി അടുത്തത്, പിയാഷെയുടെ അഭിപ്രായത്തിൽ ജീവനില്ലാത്തവർക്കും ജീവനുള്ളവയുടേതുപോലെയുള്ള ഗുണങ്ങളുണ്ട് എന്ന് കുട്ടി സങ്കല്പിക്കുന്നത് ഏത് ഘട്ടത്തിലാണ്? ഏതിലാണ്? ഈ ഒരു പ്രാക് മനോവ്യാപാര ഘട്ടത്തിലാണ്. എല്ലാ വസ്തുക്കളും ജീവനുള്ളവയുടെ പ്രത്യേകതകൾ പ്രകടിപ്പിക്കുന്നു എന്ന് കരുതുന്ന സ്റ്റേജ് പ്രാക് മനോവ്യാപാര ഘട്ടമാണ്. ഓർത്ത് വെച്ചേക്കുക, ഈ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാനുള്ള സാധ്യത ഈ ഭാഗത്തുണ്ട്. ഓക്കെ, ഞാൻ കരഞ്ഞാൽ അമ്മ വരും, വസ്തുക്കൾ താഴെയിട്ടാൽ ഒച്ചയുണ്ടാകും എന്നിങ്ങനെ കാര്യകാരണ ബന്ധങ്ങളെക്കുറിച്ച് ആദ്യ ധാരണ ഉടലെടുക്കുന്ന പിയാഷെയുടെ വൈജ്ഞാനിക വികാസഘട്ടം ഏത്? നമ്മൾ കഴിഞ്ഞ ഈ ഒരു ബോക്സ് വായിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? ഞാൻ കരഞ്ഞാൽ അമ്മ വരും, അതുപോലെ പാത്രം താഴെയിട്ടാൽ ഒച്ചയുണ്ടാകും. ഈ തിരിച്ചറിവൊക്കെ കണ്ടോ, ഈ ഒരു ഭാഗത്ത് നിന്ന് ഈ ഒരു എക്സാമ്പിൾ അതുപോലെ എടുത്തിട്ട് PSC ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് 2020 UP സ്കൂൾ അസിസ്റ്റൻറ്റിൻ്റെ ചോദ്യമായിരുന്നത്. ഞാൻ കരഞ്ഞാൽ അമ്മ വരും, വസ്തുക്കൾ താഴെയിട്ടാൽ ഒച്ചയുണ്ടാകും എന്നിങ്ങനെ കാര്യകാരണ ബന്ധങ്ങളെക്കുറിച്ച് ആദ്യ ധാരണ ഉടലെടുക്കുന്ന പിയാഷെയുടെ വൈജ്ഞാനിക വികാസഘട്ടം ഏതാണ്? സംവേദക ചാലക ഘട്ടമാണ് അല്ലേ, സെൻസറി മോട്ടോർ സ്റ്റേജാണ്. നമ്മൾ നമ്മളുടെ DLEDൻ്റെ പുസ്തകത്തിൽ നിന്നാണ് സൈക്കോളജി ചോദ്യങ്ങൾ മെജോറിറ്റിയും വരുന്നത്. വിത്ത് എക്സാമ്പിൾ അടക്കം അതേ സെൻറ്റൻസിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി തന്നെ വേണം പഠിക്കാനായിട്ട്. ഇന്ദ്രിയ ചാലകഘട്ടം 0 to 2 years ആണ്. പ്രാക് മനോവ്യാപാരഘട്ടം 2 to 7 ആണ്. മൂർത്ത മനോവ്യാപാരഘട്ടം 7 to 11 ആണ്. ഔപചാരിക മനോവ്യാപാരഘട്ടം 11 വയസ്സ് മുതലാണ് എന്നുള്ള കാര്യം. അതുപോലെ ഓരോ ഭാഗത്തും വരുന്ന പോയിന്റുകൾ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഒബ്ജക്റ്റ് പെർമനൻസ് ഏതിലാണ് വരിക? ഇന്ദ്രിയ ചാലകഘട്ടത്തിലാണ് വരുന്നത്, അതൊക്കെ ഓർത്ത് വയ്ക്കുക. പിന്നെ അതുപോലെ കേന്ദ്രീകൃത ചിന്തനം സെൻട്രേഷൻ ഏതിലാണ് വരുന്നത്? പ്രാക് മനോവ്യാപാരഘട്ടം. ഇറിവേഴ്സിബിലിറ്റി പ്രാക് മനോവ്യാപാരഘട്ടം. അപ്പോൾ റിവേഴ്സിബിലിറ്റി എവിടുത്തെയാണ്? ഇമ്പോർട്ടൻസ് ആണ്, എവിടുത്തെ വരുന്ന പോയിന്റാണ്? മൂർത്ത മനോവ്യാപാര ഘട്ടത്തിലാണ് വരുന്നത് അല്ലേ.
പിന്നെ പരികല്പനകൾ രൂപീകരിക്കുവാനും അതുപോലെ പ്രശ്നപരിഹാരത്തിനും ഒക്കെയുള്ള കപ്പാസിറ്റി നേടിയെടുക്കുന്നത് എപ്പോഴാണ്? ഔപചാരിക മനോവ്യാപാര ഘട്ടത്തിലാണ്. ഈ ഭാഗത്ത് നിന്ന് PSC ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. നമുക്കും ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യം ഷുവറായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പഠിച്ച് നിർത്തുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വൈജ്ഞാനിക വികാസം, വൈഗോട്സ്കിയുടെ ഒരു ഭാഗം മുതൽ പഠിച്ചു തുടങ്ങാം. ഓക്കെ, വൈജ്ഞാനിക വികാസവുമായി ബന്ധപ്പെട്ട് നമ്മുടെ വൈഗോട്സ്കിയുടെ കാഴ്ചപ്പാട് എന്താണെന്നുള്ളതാണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കുക. നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടോ? സൈക്കോളജി എന്ന് പറയുമ്പം ചെറിയൊരു ബോറിംഗ് സബ്ജക്റ്റ് ആണ് എന്നെനിക്കറിയാം. അപ്പോൾ ക്ലാസ്സുകൾ നിങ്ങൾ പകുതിക്ക് വെച്ച് സ്കിപ്പായി പോവാതെ തന്നെ പഠിക്കുക. DLEDൻ്റെ ബുക്ക് എങ്ങനെയായാലും നമുക്ക് കംപ്ലീറ്റ് ചെയ്തേ പറ്റുള്ളൂ. 20 മാർക്കുണ്ട് സൈക്കോളജിക്ക്. അത് നമ്മുടെ കൈപ്പിടിയിൽ നിൽക്കണമെങ്കിൽ ഈ DLED പുസ്തകം ആവശ്യമുള്ള ഭാഗം മാത്രമാണ് നമ്മൾ കവർ ചെയ്തു പോകുന്നത്. അപ്പോൾ തീർച്ചയായും ക്ലാസ്സുകൾ കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക. പിന്നെ അത്ര ഒരു ഹെൽത്തി ആയിട്ടല്ല ഇന്ന് ക്ലാസ് എടുത്തിരിക്കുന്നത്, നല്ല സുഖമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ ക്ലാസ്സുകൾ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി എത്തിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. പിന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും വിട്ടുപോകണ്ട. താങ്ക് യു ഓൾ.